ഒരു മുട്ടയും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നമുക്ക് ഇത്രയും സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടയുടെ മസാല വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല മുരിഞ്ഞ് അകത്ത് നല്ല പഞ്ഞി പോലത്തെ മുട്ടയുടെ മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല കിടുക്കാച്ചി ടേസ്റ്റ്. ആദ്യം തന്നെ നമുക്ക് എണ്ണയിലോട്ട് ആ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ആ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി അതും കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ സവാള ഒരു 2 ടേബിൾ സ്പൂൺ സവാള ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഒരുപാട് നിങ്ങൾക്ക് ആ സവാള മസാല കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യുക കേട്ടോ. ഞാൻ ഒരു മുട്ട വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് സവാള ഇട്ടത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഒരു ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് മാത്രം ചേർത്ത് കഴിക്കുന്ന മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് മസാലകൾ, മീറ്റ് മസാല, ചിക്കൻ മസാല അതൊന്നും ആഡ് ചെയ്യാതെ അല്ലാതെ ഇത് രണ്ടും മാത്രം ചേർത്ത് ഒന്ന് മസാല ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ. അതിനുശേഷം ഒരൊറ്റ മുട്ട മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഒരൊറ്റ മുട്ട വേണമെങ്കിൽ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കത്തില്ലേ, അതേപോലെ സ്ക്രാമ്പിൾ ചെയ്ത് നല്ല രീതിയിൽ എടുക്കാം കേട്ടോ. അതായത് എല്ലാം ഒന്ന് ഉടച്ച് കൊടുത്ത് ചെറിയ രീതിയിലാക്കി നമ്മൾ മുട്ടത്തോരൻ പോലെ ആക്കത്തില്ലേ, അതേപോലെ ഒന്ന് കുത്തി കുത്തി നല്ല രീതിയിൽ ഒന്നാക്കി ഇതേപോലെ പരുവത്തിൽ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ്റെ അകത്ത് വെക്കേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. നമ്മളിനി വെളിയിൽ നിന്ന് വാങ്ങുന്ന ചപ്പാത്തി ഉണ്ടല്ലോ, അല്ലാതെ വീട്ടിൽ തന്നെ കുഴച്ചുണ്ടാക്കുന്നതാണേലും മതിയാവും. അതൊന്ന് പരത്തിയെടുത്ത് ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച മുട്ട ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിയിൽ നിന്ന് വാങ്ങുന്നില്ലെങ്കിലും വീട്ടിൽ തന്നെ കുഴച്ച് പരത്തി ഉണ്ടാക്കിയെടുക്കുന്നതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കഴിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിയ ചപ്പാത്തിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ മസാല, മുട്ടയുടെ മസാല ഒന്ന് അതിൻ്റെ മുകളിലായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, അതായത് വേറൊരു ചപ്പാത്തി അതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് മുകളിൽ വേറൊരു ചപ്പാത്തിയും കൂടെ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ അകത്തെ ആ ഒരു ഫില്ലിങ്സ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് നനച്ചേച്ച് നമ്മൾ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ, ഈവനിങ് സ്നാക്ക്, ഒരു വെറൈറ്റി ആയിട്ടൊരു സ്നാക്കാണ്. ഈ മുട്ടയുടെ ഫില്ലിങ്സ് കൂടാതെ നിങ്ങൾക്ക് വെജീസോ അല്ലെങ്കിൽ നോൺ വെജോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നോൺ വെജൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഒരു മുട്ട വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയാണ് കാണിക്കുന്നത്. നമ്മൾ എന്നിട്ട് അത് റൗണ്ട് ചെയ്തെടുത്തിട്ട് ഒരു കുഞ്ഞു ഷേപ്പായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു റൗണ്ട് ചെയ്ത ചപ്പാത്തി ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ആ മുട്ടയുടെ ഫില്ലിങ്സോട് കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മളൊന്ന് ഇപ്പം നമ്മൾ അതുണ്ടാക്കിയതിന് ശേഷം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ്. ഗോതമ്പും കൂടാകുമ്പോൾ നമുക്ക് അത്രയും ഹെൽത്തിയാണ്. ഗോതമ്പിന് പകരം നിങ്ങൾ മൈദമാവ് കുഴച്ചിട്ടുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ ഒട്ടും ഹെൽത്തി ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള ക്രിസ്പിയും ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ. വെളിയിൽ നല്ല ഇങ്ങനെ തൊടുമ്പോഴേ നല്ല പൊടിഞ്ഞ് വരും. നല്ല ഗോതമ്പ് ഇങ്ങനെ വറുക്കുമ്പോൾ നല്ല കട്ടിക്ക് നല്ല പൊടിഞ്ഞ് വരും. അകത്ത് നല്ല ഫില്ലിങ്സ്, എന്നാൽ അധികം മസാലയൊന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ആ മുട്ടയുടെ ഫില്ലിങ്സും ഒരുപാട് നമ്മൾ മസാലകളൊന്നും ചേർക്കാതെ കഴിക്കുമ്പോഴാണ് ഒന്നുകൂടി സ്വാദ് കൂടുതൽ. അപ്പോൾ മസാല ചേർക്കാതെ നമ്മൾ അതിനകത്ത് ചിക്കൻ മസാല ഒക്കെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. എല്ലാവരുടെയും വിചാരം ഒരുപാട് മസാല ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണെന്ന്, പക്ഷെ അങ്ങനെയല്ല. വളരെ കുറച്ച് മസാലകൾ ചേർത്ത് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ മുട്ടയുടെ ഇത്രയും സിമ്പിളായ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ശരിക്കും ഫില്ലിങ്സ് ഒക്കെ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതായത് നല്ല ഹെൽത്തി ആണല്ലോ. നമുക്ക് വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഗോതമ്പ് പൊടിയുണ്ട്. അതൊന്ന് പരത്തി ചപ്പാത്തി ഉണ്ടാക്കാത്ത വീടില്ലല്ലോ അല്ലേ. ചപ്പാത്തി ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു 2 ചപ്പാത്തി മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി പുതിയ